നമസ്കാരം. RSSന്റെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിവാദത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയാണ് ഇന്നലെ BJP നേതാവ് B. ഗോപാലകൃഷ്ണനും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും തമ്മിൽ കൊമ്പ് കോർക്കുകയുണ്ടായത്. ആ ഏറ്റുമുട്ടൽ ഇപ്പോൾ സമൂഹ മാധ്യമത്തിലും തുടരുകയാണ്. ചർച്ചയിൽ തന്റെ ഭാഗം അവതരിപ്പിച്ച സന്ദീപിനോട് "ഒന്ന് പോടോ വാര്യരെ" എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണ് പ്രശ്നത്തിനിടയാക്കിയത്. "എടോ പോടോ എന്നൊക്കെ വീട്ടിൽ പോയി വിളിക്കണം" എന്നായിരുന്നു ഇതിന് സന്ദീപിന്റെ പ്രതികരണം. "ഇങ്ങനെ വിളിച്ചാൽ വായിൽ പല്ല് ബാക്കി കാണില്ലെന്നും സന്ദീപ് പറഞ്ഞു. ഇത് സമൂഹ മാധ്യമത്തിൽ ചർച്ചയായതോടെയാണ് വിശദീകരണവുമായി സന്ദീപ് രംഗത്തെത്തിയിരിക്കുന്നത്. ചാനൽ ചർച്ചയിൽ തനിക്ക് അനുവദിച്ച സമയത്ത് മാന്യമായി തന്റെ പാർട്ടിയുടെ ഭാഗം അവതരിപ്പിച്ചു പോകുമ്പോൾ തടസ്സപ്പെടുത്തി "പോടാ" എന്ന് വിളിച്ചത് താങ്കളാണെന്നും തൊട്ടടുത്തിരുന്നാണ് വിളിച്ചതെങ്കിൽ ഗോപാലകൃഷ്ണന്റെ വായിൽ പല്ലുണ്ടാവില്ല എന്ന് പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. RSSനെ സോപ്പിടാൻ പുട്ടിന് പീര പോലെ ഗോപാലകൃഷ്ണൻ ഇടയ്ക്കിടെ നടത്തുന്ന അഭ്യാസങ്ങൾ എനിക്ക് മനസ്സിലാവും. രാഷ്ട്രീയ ഭാവി അസ്തമിച്ചു. തൃശ്ശൂരിലെ BJP പ്രവർത്തകർക്ക് പുല്ലുവില പോലുമില്ലാത്ത സ്വന്തം പാർട്ടി പ്രവർത്തകർ പൊട്ടിച്ചുവിട്ട കോർപ്പറേഷന് പുറത്തെ മേയറോട് തർക്കിച്ചു കളയാൻ തനിക്ക് സമയവുമില്ല. RSSകാരൻ്റെ പിപ്പിടിയൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ വിളിച്ചാൽ 10 പേർ പോലും വരാനില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുകയുണ്ടായി. ഭാരതാംബയ്ക്ക് ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമൊന്നുമില്ലെന്നും കാവിക്കൊടി പിടിച്ച ചിത്രം RSS കാര്യാലയത്തിൽ കൊണ്ടുപോയി വെച്ചാൽ മതിയെന്നും സന്ദീപ് ചർച്ചയിൽ പറഞ്ഞപ്പോഴാണ് ഗോപാലകൃഷ്ണൻ പ്രകോപിതനായത്. ഭാരതാംബ എന്നത് ഏകദേശം 1800 അവസാനം വന്ന ആശയമാണ്. അതിനെ RSS വത്കരിക്കുന്നതാണ് പ്രശ്നം. കാവിക്കൊടി പിടിച്ച ചിത്രം നിങ്ങൾക്ക് പൂജിക്കണമെങ്കിൽ അത് നിങ്ങൾ RSS കാര്യാലയത്തിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. ഇത് കേരളമാണ്. നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്തു പോകാമെന്ന് കരുതണ്ട എന്നായിരുന്നു സന്ദീപ് പറഞ്ഞത്. ചാനൽ ചർച്ചകളിൽ നിന്റെ മാതിരി ഭാഷകൾ ഉപയോഗിക്കാൻ ചിലപ്പോൾ ഞാൻ വളർന്നു വന്ന സംസ്കാരം എന്നെ അനുവദിച്ചെന്ന് വരില്ല. നീ ഒറ്റ വാപ്പാക്കി പിറന്ന സങ്കരവർഗം തന്നെയാണെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുക. നീ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ വരാം. ഈ ഇന്ത്യൻ മഹാരാജ്യത്ത് ഇന്നേ വരെ ഒരു കോൺഗ്രസ്സുകാരനും RSSകാരനോടും നേർക്കുനേർ മുട്ടിയ ചരിത്രവുമില്ല. ആ റെക്കോർഡ് നിന്റെ പേരിലുണ്ടാവും. ആണായി പിറന്നവനെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുക. അല്ലാതെ ചാനലിൽ കിടന്ന് ഉത്തരം മുട്ടുമ്പോൾ പട്ടി ഷോ കാണിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഗോപാലകൃഷ്ണൻ തൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞത്. സന്ദീപിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം: ഗോപാലകൃഷ്ണ, ചാനൽ ചർച്ചയിൽ എനിക്ക് അനുവദിച്ച സമയത്ത് മാന്യമായി എൻ്റെ പാർട്ടിയുടെ ഭാഗം അവതരിപ്പിച്ചു പോകുമ്പോൾ തടസ്സപ്പെടുത്തി "പോടാ" എന്ന് വിളിച്ചത് താങ്കളാണ്. സ്റ്റുഡിയോയിൽ വളരെ ദൂരെ ഇരിക്കുന്ന സൗകര്യം മുതലെടുത്തുകൊണ്ട് സഹ പാനലിസ്റ്റിനെ അനാവശ്യം വിളിച്ചാൽ കേട്ടോണ്ടിരിക്കാൻ സൗകര്യമില്ല. തൊട്ടടുത്തിരുന്നാണ് വിളിച്ചതെങ്കിൽ ഗോപാലകൃഷ്ണന്റെ വായിൽ പല്ലുണ്ടാവില്ല എന്ന് പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ്. ബാക്കി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളോട് പുച്ഛം മാത്രമേ ഉള്ളൂവെന്നും രാജീവ് ചന്ദ്രശേഖരന്റെ പുതിയ ടീമിൽ ഇടം കിട്ടാൻ, സൈബർ സംഘികളുടെ കയ്യടി കിട്ടാൻ, RSSനെ സോപ്പിടാൻ പുട്ടിന് പീര പോലെ ഗോപാലകൃഷ്ണൻ ഇടയ്ക്കിടെ നടത്തുന്ന അഭ്യാസങ്ങൾ തനിക്ക് മനസ്സിലാവും. രാഷ്ട്രീയ ഭാവി അസ്തമിച്ച തൃശ്ശൂരിലെ BJP പ്രവർത്തകർക്ക് പുല്ലുവില പോലുമില്ലാത്ത സിറ്റിംഗ് സീറ്റായ കുട്ടൻകുളങ്ങരയിൽ നിന്ന് സ്വന്തം പാർട്ടി പ്രവർത്തകർ പൊട്ടിച്ചുവിട്ട കോർപ്പറേഷന് പുറത്തെ മേയറോട് തർക്കിച്ചു കളയാൻ തനിക്ക് സമയവുമില്ല. RSSകാരൻ്റെ പിപ്പിടിയൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ വിളിച്ചാൽ 10 പേർ പോലും വരാനില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. രാവിലെ തന്നെ ഒട്ടക ഫ്രൈ ഉണ്ടാക്കാൻ തനിക്ക് താല്പര്യമില്ല, നിർബന്ധിക്കരുത് എന്നായിരുന്നു സന്ദീപിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ചാനലിൽ കിടന്ന് ഗീർവാണം മുഴക്കുകയും മൂന്നാംകിട ഭീഷണിയും മുഴക്കിയവനോട് എനിക്ക് പറയാനുള്ളത് അതേ RSSകാരൻ തന്നെയാണ് 9 വയസ്സ് മുതൽ സംഘത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ പരിവാർ പ്രസ്ഥാനങ്ങളുടെയും സംസ്ഥാന തലത്തിലുള്ള മുതിർന്ന ചുമതലകൾ വഹിച്ചിട്ടാണ് BJP എന്ന ദേശീയ പ്രസ്ഥാനത്തിലൂടെ കേരള രാഷ്ട്രീയത്തിലെത്തിയത്. 1981 തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ SFI കൊടികുത്തിവാണ കാലത്ത് സഖാക്കളുടെ ഭീഷണികൾ വകവയ്ക്കാതെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൻ്റെ പേരിൽ എൻ്റെ കാലുകൾ കൂട്ടിക്കെട്ടി സഖാക്കൾ തല്ലി തകർത്തിട്ടും പിന്തിരിയാതെ ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂർ കേരളവർമ്മയിൽ ABVP എന്ന ദേശീയ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിച്ച ചരിത്രമാണ് ഉള്ളത്. വർഷം 50 കഴിഞ്ഞു. സംഘപ്രസ്ഥാനങ്ങൾക്കൊപ്പം അധികാരത്തിനോ കസേരയ്ക്കോ വേണ്ടി ആരുടെയും പിന്നാലെ ഓടിയിട്ടില്ല. നിന്നെപ്പോലെ സോഷ്യൽ മീഡിയ വഴിയും പിന്നീട് ജനം TV തന്ന അവസരങ്ങൾ വഴി 2016 BJP അംഗത്വം എടുത്തു വന്നതല്ല. 2021 തൃശ്ശൂരിൽ സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ നിന്നും പേപ്പട്ടിയെ തല്ലും മാതിരി അടിയും വാങ്ങി കണ്ടം വഴി, പാലക്കാട് വഴി, ഒറ്റപ്പാലം വഴി പെരിന്തൽമണ്ണയ്ക്ക് ഓടിയതും 2 വർഷത്തോളം പാർട്ടി അകറ്റി നിർത്തുകയും ചെയ്ത നിന്റെ നാറിയ കഥകളും എന്നെക്കൊണ്ട് പറയിക്കരുത്. ചാനൽ ചർച്ചകളിൽ നിന്റെ മാതിരി ഭാഷകൾ ഉപയോഗിക്കാൻ ചിലപ്പോൾ ഞാൻ വളർന്നു വന്ന സംസ്കാരം എന്നെ അനുവദിച്ചെന്ന് വരില്ല. പിന്നെ നീ ഒറ്റ വാപ്പാക്കി പിറന്ന സങ്കരവർഗം തന്നെ ആണെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുക. നീ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ വരാം. ഈ ഇന്ത്യൻ മഹാരാജ്യം
രാജ്യത്ത് ഇന്നേ വരെ ഒരു കോൺഗ്രസ്സുകാരനും RSSകാരനോട് നേർക്കുനേർ മുട്ടിയ ചരിത്രവുമില്ല. ആ റെക്കോർഡ് നിന്റെ പേരിലുണ്ടാവും. ആണായി പിറന്നവനെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുക. അല്ലാതെ ഉത്തരം മുട്ടുമ്പോൾ പട്ടി ഷോ കാണിച്ചിട്ട് കാര്യമില്ല. പിന്തുണച്ചും ഫോൺ വിളിച്ചും ഇന്നലെ മുതൽ നിരവധി പ്രവർത്തകർ കൂടെ എന്നോട് വികാരങ്ങൾ പങ്കുവച്ചു. പരിവാർ പ്രസ്ഥാനങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയും എല്ലാം നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക് ഹൃദയത്തിൽ നിന്നും 1000 നന്ദി. നിങ്ങൾക്ക് എനിക്ക് തരാൻ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. ആശയങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവൻ ആണ്. അവസാനം വരെ ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാവും. ഇതായിരുന്നു ഗോപാലകൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പരസ്പരം ചെളിവാരി എറിയുമ്പോൾ ഒന്ന് ഓർക്കുക, ഇത് ജനങ്ങളും കാണുന്നുണ്ട്. ചിലപ്പോൾ അവരും കടുത്ത ഭാഷയിൽ തിരിച്ചടിച്ചു എന്ന് വരാം.